എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കുട്ടികൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ന്യൂട്ടെല്ലയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് വളരെ ഹെൽത്തിയാണ്, അതുപോലെ ടേസ്റ്റിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. കപ്പലണ്ടി, ബദാം, കൊക്കോ പൗഡർ, പഞ്ചസാര, ഹേസൽനട്ട്, വാനില എസൻസ് ഇതൊക്കെ മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. 100 ഗ്രാം ബദാമും 200 ഗ്രാം കപ്പലണ്ടിയുമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള അളവൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. പിന്നെ ഇതിലേക്ക് പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് ഹേസൽനട്ടാണ്. ഹേസൽനട്ട് നമുക്ക് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അത് അവൈലബിൾ അല്ല. പക്ഷേ ഹേസൽനട്ടിന് പകരമായിട്ട് ഹേസൽനട്ട് സ്പ്രെഡ് പറഞ്ഞിട്ട് ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവിടെയും കിട്ടും. ഇതൊരു പരസ്യമല്ല കേട്ടോ, ഞാൻ പരസ്യത്തിന് വേണ്ടി പറയണതുമല്ല. ഇത് നമുക്ക് എല്ലായിടത്തും കിട്ടണതുകൊണ്ട് ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ ബട്ടറും ആവശ്യമുണ്ട്. നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ ബട്ടറിൻ്റെ ആവശ്യമില്ല, പഞ്ചസാര നമുക്ക് സ്വല്പം ആഡ് ചെയ്താൽ മതി മധുരത്തിനനുസരിച്ച്. ഇത് ചേർക്കാതെയും എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. കപ്പലണ്ടിയും ബദാമും ഹേസൽനട്ടൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി അതിലേക്ക് ഞാൻ ആദ്യം കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് നമുക്ക് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പലണ്ടി ഫ്രൈ ചെയ്ത് കറക്റ്റായിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ബദാം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ തന്നെ ഹേസൽനട്ടും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇത് മൂന്നും കൂടെ ഫ്രൈ ചെയ്തെടുത്ത് ചൂടാറി ജാറിലിട്ട് അരച്ച് നമുക്കതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാരയും കൊക്കോ പൗഡറും ബട്ടറും ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായി കിട്ടും. നമുക്ക് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഹെൽത്തിയാണ്. ഞാനിത് മോൾക്ക് ഹോസ്റ്റലിലേക്ക് കൊടുത്തു വിടാനായിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഞാനതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് നമുക്ക് ഇതൊരു ദിവസമൊക്കെ നമുക്കിത് പുറത്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. നമ്മളിതിലധികം പ്രിസർവേറ്റീവ്സും ചേർക്കാത്തതുകൊണ്ട് 10 ദിവസമൊക്കെ നമ്മൾ അങ്ങനെ ആക്കിയാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് ഒത്തിരി കട്ടയാവും. അപ്പം നമുക്ക് ബ്രെഡിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കാത്തത്. പിന്നെ മോൾക്ക് ഹോസ്റ്റലിൽ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സൗകര്യമില്ല. നിങ്ങൾക്കിതിൽ നിങ്ങളുടെ താല്പര്യപ്രകാരം മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. നമ്മുടെ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണിത്, 2019. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് മാത്രമല്ല നമ്മൾ ഹോം മെയ്ഡ് ജാമും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായി അതൊന്ന് കാണണം. നമ്മുടെ ബദാം അങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലി കണ്ടു ഇങ്ങനെ പൊട്ടിയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് കറക്റ്റായിട്ടുണ്ടെന്ന്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുത്തതിന് ശേഷം ജാറിലിട്ട് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പഞ്ചസാര പൊടിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കപ്പലണ്ടിയും ബദാമും ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നമ്മൾ ഒറ്റയടിക്ക് അരച്ചെടുക്കരുത്, നിർത്തി വേണം അരച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്കത് അരയ്ക്കത്തിരി ബുദ്ധിമുട്ട് വരും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം അത് അരച്ചെടുക്കാനായിട്ട്. ഞാൻ ഫൈനായിട്ട് അരച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം അരയ്ക്കാതെ വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് നമുക്കിനിയിപ്പോൾ സ്വല്പം പഞ്ചസാരയും കൊക്കോ പൗഡറും ആഡ് ചെയ്യണം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ആഡ് ചെയ്യണത്. ലാസ്റ്റ് നമുക്ക് മധുരം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. കൊക്കോ പൗഡർ ഞാൻ ഒരു 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്യണത്. ഞാനിതിലേക്ക് ഹേസലിൻ്റെ സ്പ്രെഡ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിലേക്ക് അത്രയും ആവശ്യം വരുന്നുള്ളൂ. ഇനി നിങ്ങൾ ഇതിന് പകരം ഹേസൽനട്ടാണ് ആഡ് ചെയ്യണതെങ്കിലും പഞ്ചസാരയുടെ അളവും അതുപോലെ തന്നെ കൊക്കോ പൗഡറിൻ്റെ അളവും കൂട്ടേണ്ടതാണ്. ഇതങ്ങനെ അരച്ച് കറക്റ്റായിട്ടുണ്ട്. ഞാൻ മധുരമൊക്കെ നോക്കിയിരുന്നു, മധുരമൊക്കെ കറക്റ്റാണ്. ഇനി വേറെ മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ടായില്ല. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, 1/2 ടീസ്പൂണ് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് അരച്ചത്. അതിൻ്റെ കൂടെ ഹേസൽനട്ടിൻ്റെ സ്പ്രെഡും ആഡ് ചെയ്തിരുന്നു. അപ്പം നമുക്കിത് അങ്ങനെ ഇതേപോലെ കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ച് കറക്റ്റാക്കി വെക്കുന്നത്. നിങ്ങൾക്കിതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി ബാക്കിയുള്ള കപ്പലണ്ടി ബദാമും ഒക്കെ ഞാൻ ഇതേപോലെ തന്നെ കൊക്കോ പൗഡറും പഞ്ചസാര ഇതേ കറക്റ്റ് അളവിൽ തന്നെ ഇട്ട് അരച്ച് കറക്റ്റാക്കി വെക്കുകയാണ്. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ന്യൂട്ടെല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID-യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.